Next, we move on to Act 1, Scene 3. And in Act 1, Scene 3, the scene completely changes and we enter an intimate family conversation. It is a family scene, and that is the family of Polonius and his two children. And Polonius, as I already told, he is a very important courtier in Elsinore in Denmark, and of the court. And അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹവും രണ്ട് മക്കളുണ്ട്. ലയാട്രസ് ഹിസ് സൺ, വി ഹാവ് ഓൾറെഡി മെറ്റ് ഹിം. ആൻഡ് ഇനി നമ്മൾ മീറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു മകളും കൂടിയുണ്ട് അദ്ദേഹത്തിന്, ആൻഡ് ദാറ്റ് ഇസ് ഒഫീലിയ. സോ ഇറ്റ് ഹാപ്പൻസ്, ദിസ് സീൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഹൗസ് ഹോൾഡ് ഓഫ് Polonius. So enter Lyatrus and Ophelia, his sister. Okay, and Lyatrus: my necessaries are embarked, farewell, and sister, as the winds give benefit and convoy is assistant, do not sleep, but let me hear from you. So here Lyatrus is about to leave for France. അപ്പോൾ യാത്ര ചോദിക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിനോട്, ഒഫീലിയോട് പറയാണ്, ഞാൻ പോവുകയാണ്, എല്ലാം സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് ഷിപ്പിൽ കയറ്റി കഴിഞ്ഞു. അപ്പോൾ എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴെല്ലാം വെറുതെ ഉറങ്ങിക്കളയരുത്, എനിക്ക് വേണ്ടി എഴുതണം, യു ഷുഡ് റൈറ്റ് ലെറ്റേഴ്സ് ടു മീ എന്ന് പറയാണ്. And she's asking, do you doubt that I am lazy at writing? And Lyatrus പോകുന്നതിന് മുമ്പ് ഒഫീലിയെ അഡ്വൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സീനിൽ കാണുന്നത്. ആദ്യം she is advised by her brother Lyatrus, and in the next part of this same scene we see that she is being advised by her father Polonius. So here he advises Ophelia: for Hamlet and the trifling of his favour, hold it a fashion and a toy in blood, a violet in the youth of primy nature, forward, not permanent, sweet, not lasting, the perfume and suppliance of a minute, no more. So he's advising, he's counseling his sister Ophelia to spurn the advices or to spurn the advances of Hamlet. അതായത് ഹാംലെറ്റ് സ്നേഹം പ്രകടിപ്പിക്കാൻ വരുമ്പോൾ അത് നീ ശ്രദ്ധിക്കാതെ, നീ അതിന് ഒരു അറ്റൻഷനും കൊടുക്കാതെ അത് നീ ഇപ്പോഴേ അത് വിട്ടുകളയണം എന്ന് ഉപദേശിക്കുകയാണ്. ഓക്കെ, because according to him, he says that Prince Hamlet and Ophelia, they cannot, അല്ലെങ്കിൽ അവർ അത് ശരിയാവില്ല, because she can never be anything more than a plaything, a toy in the hands of Hamlet. അത് നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്, പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ പ്രായത്തിൻ്റെ ഒരു ചാബല്യമാണ്, അപ്പോൾ നീ നിൻ്റെ ആ ഒരു പരിശുദ്ധിയൊന്നും കൊണ്ടുപോയി കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് he is advising her. And see, she is very innocently asking her brother, no more but so. So she's asking, is it just that and nothing more? Is he considering me as a plaything? Is he not sincere with me? Very innocently she's asking. So she seems to be very innocent, a very fragile, a very soft and a pigeon-hearted girl. That's Ophelia. നമ്മൾ മാടപ്രാവിൻ്റെ മനസ്സെന്നൊക്കെ പറയത്തില്ല, അതേപോലെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒഫീലിയ. And then he says, Lyatrus, think it no more, for nature christened does not grow alone in thews and bulk, but as this temple waxes, the inward service of the mind and soul grows wide withal. So നമ്മുടെ പ്രകൃതി എങ്ങനെയാണ്, നമ്മളുടെ എപ്പോഴും നമ്മൾക്കിങ്ങനെ വളരും അല്ലേ, പ്രകൃതിയുടെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ടെമ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയും അങ്ങനെ തന്നെയാണ്, മനസ്സും ശരീരവും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളും, ചിന്തകൾക്ക് ഒരുപാട് മാറ്റങ്ങളും, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും ഇതെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളർച്ചയുടെ ആ ഒരു ഗതിയിൽ വരുമ്പോൾ തോന്നുന്ന ചില ചാബല്യങ്ങൾ മാത്രമാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. Perhaps he loves you now, and now no soil nor cattle doth besmirch the virtue of his will, but you must fear. His greatness weighed, his will is not his own. So he's saying, ഇപ്പോൾ ഒരു പക്ഷേ ഹാംലെറ്റ് നിന്നോട് ആത്മാർത്ഥമായിട്ടായിരിക്കും പ്രണയിക്കുന്നത്, സ്നേഹിക്കുന്നത്, പക്ഷേ അതിപ്പോൾ ആണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് മാറും. കാരണം you should always remember his greatness. You should always weigh him. He is the Prince of Denmark and you are just the daughter of a courtier. So his will is not his own. അപ്പോൾ ഹാംലെറ്റിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് സ്വന്തം തീരുമാനമല്ല, അതൊരു രാജ്യത്തിനെ ബാധിക്കുന്ന തീരുമാനമാണ്. So he is reminding her that he is a prince and he will not be free to marry whom he chooses.
Because in Shakespeare's time, marriages of kings or princes were usually arranged, and a young prince or princess would be assigned their pairs by parents or states. ഓക്കെ, അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ അവരുടെ തലമുറയിൽ തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ടാകും. അവരുടെ പേരൻസോ അല്ലെങ്കിൽ മറ്റ് എൽഡേഴ്സോ ഒക്കെ നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാകും. അതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ അലയൻസും കൂടെ അതിനകത്ത് കാണും. So marriages were ways in which alliances could be made between countries, and it was not so practical to think that members of the nobility could marry for something as unimportant as love. അതായത് സ്നേഹം എന്നുള്ളത് അവിടെ വളരെ വളരെ സെക്കൻഡറിയോ ടേർഷറിയോ ഒക്കെയാണ്. സ്നേഹത്തിനെക്കാട്ടിലും പ്രാധാന്യം പൊളിറ്റിക്കലായിട്ടുള്ള ചില ധാരണകളും ഉടമ്പടികളും ഒക്കെയാണ് അവർ വിവാഹത്തിന് നോക്കുന്നത്. അതുകൊണ്ട് ഹാംലെറ്റിന് ഇപ്പോൾ തോന്നുന്ന ഒരു പ്രണയം ഒരുപക്ഷെ അവന് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഹി ഈസ് ദി പ്രിൻസ് ഓഫ് ഡെൻമാർക്ക്. ഹി ഹാസ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. ഹി ഹാസ് സം ഒഫീഷ്യൽ ലിമിറ്റേഷൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. For he himself is subject to his birth. He may not, as unvalued persons do, carve for himself, for on his choice depends the sanity and health of his whole state. And therefore must his choice be circumscribed up unto the voice and yielding of that body whereof he is the head. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഒരു രാജാവാണ് അല്ലെങ്കിൽ ഒരു പ്രിൻസാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊരു തീരുമാനം വിവാഹകാര്യത്തിൽ പ്രത്യേകിച്ചും എടുക്കാൻ പറ്റില്ല. മെനി other things should be taken into consideration. So he has to consider the decision of the state, everything. അതുകൊണ്ട് തോന്നുന്ന പോലെ അവരുടെ മനസ്സിൽ തോന്നുന്ന പോലെ ഒരു ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. Then if he says he loves you, it fits your wisdom so far to believe it, as he in his particular act and place may give his saying deed, which is no further than the main voice of Denmark goes withal. So if he says that he loves you, then you should have the wisdom to understand that അത് ഒരു രാജാവ് അല്ലെങ്കിൽ രാജാവെന്നല്ല, ഒരാൾ ഇപ്പോൾ പറയുന്നതിൻ്റെ ഒരു ചാബല്യമായിട്ട് അത് കൺസിഡർ ചെയ്യാനുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നിനക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം രാജാവാണ്. ഹീ ക്യാൻ പ്ലേ വിത്ത് എനിത്തിങ് ദാറ്റ് ഹീ വോണ്ട്സ്. ഹീ ക്യാൻ ടോയ് വിത്ത് എനിത്തിങ് ദാറ്റ് ഹീ വോണ്ട്സ്. അതേപോലെ എല്ലാം നീ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. Then weigh what loss your honor may sustain, if with too credent ear you list his songs, or lose your heart, or your chaste treasure open to his unmastered importunity. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും എന്തിനാണ് കേട്, ഇലയ്ക്കാണ് കേട് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ലയാട്രസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഹാംലെറ്റ് നിന്നോട് എന്ത് നല്ല വാക്കുകൾ പറഞ്ഞാലും, എത്ര ഗിഫ്റ്റ്സ് തന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും പേരുദോഷവും നഷ്ടവും വരുന്നത് നിനക്ക് തന്നെയാണ്. അതുകൊണ്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. Fear it, Ophelia, fear it, my dear sister, and keep you in the rear of your affection out of the shot and danger of desire. അതുകൊണ്ട് നീ ഭയന്ന് ജീവിക്കണം എന്ന് പറയാണ്. നീ നല്ല ഭയന്ന് നിൻ്റെ ശ്രദ്ധിച്ച് നിൻ്റെ ചാസ്റ്റിറ്റി ഒക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നീ വളരെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് പറയാണ്. The cherished maid is prodigal enough if she unmask her beauty to the moon. So just keep your love under control and don't let yourself become a target of his lust എന്ന് പറയാണ്. And simply by exposing your beauty to the moon at night is risky enough. Okay, you don't have to expose yourself to him എന്ന് പറയാണ്. വെറുതെ ഹാംലെറ്റിൻ്റെ മുന്നിലേക്ക് നീ ആവശ്യമില്ലാതെ മുന്നോട്ട് പോയി നിൽക്കുകയും ഒന്നും വേണ്ട എന്ന് പറയണം. ഈവൻ ഗുഡ് ഗേൾസ് സംടൈംസ് ഗെറ്റ് എ ബാഡ് റെപ്യൂട്ടേഷൻ. എന്നിട്ട് പല അനാലജീസ് ഒക്കെ പറയുന്നു. worms ruin flowers before they blossom. ബേബി ബ്ലൂംസ് ആർ മോസ്റ്റ് സസെപ്റ്റബിൾ ടു ഡിസീസ്. അതേപോലെ ചെറിയ മുട്ടുകളൊക്കെ വിരിയാതെ നശിച്ചു പോകും. അതേപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞ് വരുന്നതിന് മുമ്പ് അതിനെ പ്രാണികളോ വേംസോ ഒക്കെ കഴിച്ച് അത് നശിച്ചു പോകും. അത് ബ്ലൂം ചെയ്യാതെ നശിച്ചു പോകും. അതേപോലെ നീ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുന്നു. The cherished maid is prodigal enough if she unmask her beauty to the moon. Virtue itself scapes not calumnious strokes. The canker galls the infants of the spring too oft before their buttons be disclosed, and in the morn and liquid dew of youth contagious blasphements are most imminent. Be wary then. Best safety lies in fear. Youth to itself rebels, though none else near. അപ്പോൾ ഇങ്ങനെ പല എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ലയാട്രസ് പറയാണ്, വളരെയധികം സൂക്ഷിക്കണം. എന്ത് അപകടവും നിൻ്റെ ഈ പ്രായത്തിൽ എടുത്തുചാട്ടം അല്ലെങ്കിൽ ആ ഒരു പാഷൻ അതൊക്കെ കൊണ്ട് സംഭവിക്കാം. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കരുത്. നിനക്ക് തന്നെയാണ് ദോഷം വരുന്നത്. ഈ പ്രായത്തിൽ യൂത്ത് ടു ഇറ്റ് സെൽഫ് റിബൽസ്, എന്തിനും വല്ലാത്തൊരു ധൈര്യം തോന്നുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ട് ഒന്നും ആരും അടുത്തില്ലെങ്കിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ നമുക്ക് ധൈര്യം തോന്നുന്ന ഒരു പ്രായത്തിലാണ് നീ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് പറയുന്നു. സോ ടു ദി അഡ്വൈസ് ഓഫ്
Leatrice, Ophelia replies, I shall the effect of this good lesson keep as watchman to my heart. But good, my brother, do not, as some ungracious pastors do, show me the steep and thorny way to heaven, while like a puffed and reckless libertine, himself the primrose path of dalliance treads, and recks not his own reed. So here, എന്താണ് ഒഫീലിയ കുറച്ച് തമാശയോടെ ആണെങ്കിലും ഒഫീലിയ പറയുകയാണ്, ഓക്കെ, താങ്കൾ പറഞ്ഞ വാക്കുകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കും, ഐ വിൽ ലിസൺ ടു ഇറ്റ്, ബട്ട് യു ഷുഡ് ഓൾസോ ടേക്ക് കെയർ. കാരണം എന്നോട് ഒരു പാസ്റ്ററിനെ പോലെ എന്നോട് ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിട്ട് താങ്കൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നത് ശരിയല്ല. അപ്പോൾ ദാറ്റ് ഈസ് ദി ലിബർട്ടി ഓഫ് മെയിൽ. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തും ആകാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ താങ്കൾ ഏത് നാരോ പാത്തിലൂടെയും താങ്കൾ സഞ്ചരിക്കും, പക്ഷേ എന്നോട് ഇത്രയധികം ഉപദേശങ്ങൾ തന്നല്ലോ, ബട്ട് യു ഫെയിൽ ടു പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്, സോ യു ഷുഡ് ഓൾസോ ബി കെയർഫുൾ എന്ന് തമാശയോടെയാണെങ്കിലും ഒഫീലിയ പറയുകയാണ്. ആൻഡ് ലയാട്രസ് സേസ്, ഒഫിയ മീ നോട്ട്, എൻ്റെ കാര്യം വിട്ടേരെ, ഐ സ്റ്റേ ടു ലോങ്. അപ്പോൾ ഞാനിവിടെ നിന്ന് താമസിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ ലീവ് ചെയ്യുന്നു എന്ന് പറയുന്നു. So just before leaving, Polonius enters. Polonius is their father. And a double blessing is a double grace. Occasion smiles upon a second leave. അപ്പോൾ ലയാട്രസ് സഹോദരിയോട് യാത്ര ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ വന്നത്. അപ്പോൾ അച്ഛനോടും കൂടി യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴാണ് പൊളോണിയസ് എന്ത് ചെയ്യുന്നു, പൊളോണിയസ് മകനെ ഉപദേശിക്കുകയാണ്. വേറൊരു രാജ്യത്തേക്കൊക്കെ പോകല്ലേ, അപ്പോൾ മകന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ് പൊളോണിയസ്. അപ്പോൾ ഇവർ മൊത്തത്തിലൊരു ഉപദേശ ഫാമിലിയാണ്. ലയാട്രസ് ഒഫീലിയ ഉപദേശിക്കുന്നു, ലയാട്രസിനെ പൊളോണിയസ് ഉപദേശിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പൊളോണിയസ് വീണ്ടും ഒഫീലിയ ഉപദേശിക്കുന്നു. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉപദേശമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ പൊളോണിയസ് എൻറ്റേഴ്സ് ആൻഡ് ഹി ബിഡ്സ് ഫെയർവെൽ ടു ഹിസ് സൺ. ഹി ടെൽസ് ലയാട്രസ് ദാറ്റ് ഹി മസ്റ്റ് ഹറി അപ്പ് ടു ഹിസ് ഷിപ്പ് ആൻഡ് ബട്ട് ദെൻ ഹി ഡിലേസ് ഹിം ബൈ ഗിവിങ് ഹിം എ ഗ്രേറ്റ് ഡീൽ ഓഫ് അഡ്വൈസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നീ ഇതുവരെ പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് പിന്നെ അവിടെ പിടിച്ച് നിർത്തി അങ്ങ് ഉപദേശിക്കും. ആൻഡ് ഹീ ഈസ് അഡ്വൈസിങ് ഹിം. ബട്ട് ബലീവ് മീ, ഇറ്റ്സ് എ വണ്ടർഫുൾ പാസേജ്. ഈവൻ നിങ്ങൾക്ക് പോലും ഇതിൽ നിന്ന് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് എടുക്കാം. അത്രയ്ക്ക് നല്ല ഉപദേശമാണ് പൊളോണിയസ് മകന് കൊടുക്കുന്നത്. ഇതിലെത്രത്തോളം പൊളോണിയസ് പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലയാട്രസ് പാലിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പക്ഷേ പൊളോണിയസ് ലയാട്രസിനോട് പറയുന്ന ആ ഒരു അഡ്വൈസ് ഭയങ്കര ഫേമസ് ആണത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാസേജാണിത്. ഭയങ്കര നല്ലൊരു അഡ്വൈസാണ്. Okay, so this is it. The wind sits in the shoulder of your sail, and you are stayed for. There my blessings with thee. And these few precepts in thy memory look thou character. അപ്പോൾ അവിടെ ഷിപ്പ് നിന്നെ കാത്ത് കിടക്കുകയാണ്, എന്നിട്ട് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ് എന്നൊരു ചെറിയൊരു വഴക്ക് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പോകുന്നതിന് മുമ്പ് ഞാൻ ചില ഉപദേശങ്ങൾ നിനക്ക് തരാം എന്ന് പറയുന്നു. And this is it. Give thy thoughts no tongue, nor any unproportioned thought his act. Be thou familiar, but by no means vulgar. Those friends thou hast, and their adoption tried, grapple them unto thy soul with hoops of steel, but do not dull thy palm with entertainment of each new-hatched, unfledged courage. ഓക്കെ, സോ ആദ്യം പറയുന്നത് എന്താണ്? ഗിവ് ദൈ തോട്ട്സ് നോ ടങ്. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് പറയാൻ പാടില്ല. That's don't say whatever comes to your mind. Don't say what you are thinking. Okay, next, nor any unproportioned thought his act. അതായത് ഡോണ്ട് ബി ടു ക്വിക്ക് ടു ആക്ട് ഓൺ വാട്ട് യു തിങ്ക്. അതായത് ചിന്തിച്ചുറപ്പിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് പറയാണ്. ബി ദൗ ഫെമിലിയർ ബട്ട് ബൈ നോ മീൻസ് വൾഗർ. അതായത് ബി ഫ്രണ്ട്ലി ടു എവ്രിബഡി ബട്ട് ഡോണ്ട് ബി സോ ക്ലോസ്. അതത്ര നല്ലതല്ല. ഒരുപാട് ഇൻറ്റിമേറ്റ് ആകരുത്, ആരുമായിട്ട് ഒരുപാട് ഇൻറ്റിമേറ്റ് ആകരുത്. നല്ല ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം, ബട്ട് ഡോണ്ട് ബി ടു വൾഗർ, ടു familiar with everybody എന്ന് പറയാണ്. Those friends thou hast and their adoption tried, grapple them unto thy soul with hoops of steel. So he says, once you have tested your friends and found them trustworthy, hold on to them. അതായത് നിൻ്റെ സുഹൃത്തുക്കളെ നീ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അവർ വളരെ ആത്മാർത്ഥമാണ്. ഇപ്പം ചില ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, നമ്മളുടെ കൂടെ ഇരിക്കും, നമ്മളുടെ കൂടെ കഴിക്കും, നമ്മളുടെ കൂടെ കിടക്കും, നമ്മൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, നമ്മളെല്ലാം മനസ്സ് തുറന്ന് അവരുടെ അടുത്ത് പറയും. പക്ഷേ എന്ത് പറ്റും, നമ്മളങ്ങോട്ട് എണീറ്റ് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് അഡീഷൻസും ഒക്കെ കൂടെ ചേർത്ത് അവളങ്ങനെയാണ് അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീക്രറ്റ്സ് എല്ലാം വേറെ ആരുടെങ്കിലും പറയും.
അങ്ങനെയുള്ള ഫ്രണ്ട്സുണ്ട്, അങ്ങനെ അല്ലാത്ത ഫ്രണ്ട്സും ഉണ്ട്. നമ്മളില്ലാത്തപ്പോൾ പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ ഒറ്റ കൊടുക്കാത്ത ഫ്രണ്ട്സും കാണും. അപ്പം പൊളോണിയസ് പറയുന്നത് എങ്ങനെയാണ്, ഫ്രണ്ട്സിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ട്രസ്റ്റ് വർത്തി ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരെ വിട്ട് കളയരുത്. അവരെ പിന്നെ അങ്ങോട്ട് പിടിച്ച് നിർത്തിക്കോണം. ഗ്രാപ്പിൾ ദം അൺ ടു ദൈ സോൾ വിത്ത് ഹൂപ്സ് ഓഫ് സ്റ്റീൽ. അതായത് മനസ്സിൽ ചങ്ങലക്കിട്ടങ്ങ് നിർത്തിയേക്കണം, അവരെ പിന്നെ എങ്ങോട്ടും വിടരുത് എന്ന് പറയണം. ദെൻ ബട്ട് ഡു നോട്ട് ഡൾ ദൈ പാം വിത്ത് എൻ്റർടൈൻമെൻറ്റ് ഓഫ് ഈച്ച് ന്യൂ ഹാച്ച്ഡ് അൺഫ്ലെഡ്ജ്ഡ് കറേജ്. അതേപോലെ തന്നെ വെറുതെ ഒരു രസത്തിന്, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു വഴക്കിലോ അല്ലെങ്കിൽ ഒരു എടുത്തു ചാടി എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ ഒന്നും ചെന്ന് ചാടരുത് എന്ന് പറയാണ്. ഡു നോട്ട് ഡൾ ദൈ പാം വിത്ത് എൻ്റർടൈൻമെൻറ്റ് ഓഫ് ഈച്ച് ന്യൂ ഹാച്ച്ഡ് അൺഫ്ലെഡ്ജ്ഡ് കറേജ്. ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ധൈര്യമൊക്കെ വരും അല്ലേ, ആളൊക്കെ കൂടി നിൽക്കുമ്പോൾ രണ്ടുപേരെ എന്തെങ്കിലും കാണിച്ച് രണ്ടുപേരെടുത്ത് തിരിച്ച് രണ്ട് പറയാനും ദേഷ്യപ്പെടാനും ഒക്കെ ഒരു ധൈര്യം വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പണി പാളും. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അങ്ങോട്ട് ചെന്ന് ചാടരുത്. പക്ഷേ then he says, beware of entrance to a quarrel, but being in, bear it that the opposed may beware of thee. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിവതും ഒരു പ്രശ്നത്തിലും ചെന്ന് എടുത്ത് ചാടരുത് എന്ന് പറയുന്നു. പക്ഷേ ഏതെങ്കിലും പ്രശ്നത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയെങ്കിലും പെട്ടുപോയി അതിനകത്തുനിന്ന് നമുക്ക് ഊരി വരാൻ പറ്റുന്നില്ല എങ്കിൽ പേടിച്ച് പിന്മാറരുത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ എത്തിപ്പെട്ടു പോയാൽ പിന്നെ നീ ആരാണ് എന്നവിടെ തെളിയിച്ചിട്ടേ മടങ്ങി വരാവൂ. അതായത് ഷോ യുവർ പവർ, ബി വിക്ടോറിയസ്, അതായത് തിരിച്ച് ജയിച്ചേ വരാവൂ എന്ന് പറയാണ്. കഴിവതും ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടരുത്, ചാടിയാൽ പിന്നെ ജയിച്ചേ തിരിച്ച് വരാവൂ എന്ന് പറയാണ്. ഓക്കെ, ഗിവ് എവ്രി മാൻ ദൈ ഇയർ ബട്ട് ഫ്യൂ ദൈ വോയിസ്. അപ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കുക, പക്ഷേ എന്താണ് എന്ന തീരുമാനം അല്ലെങ്കിൽ നിനക്ക് പറയാനുള്ളതെന്ന് കുറച്ച് എല്ലാവരോടും പറയരുത്, കുറച്ച് പേരോട് മാത്രമേ നിൻ്റെ അഭിപ്രായം പറയാൻ പാടുള്ളൂ. ടേക്ക് എവ്രി മാൻ സെൻഷ്യർ ബട്ട് റിസർവ് ദൈ ജഡ്ജ്മെൻറ്റ്. അതേപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുക, പക്ഷേ നിൻ്റെ ജഡ്ജ്മെൻറ്റ് ആർക്കും ബയസ്ഡ് ആകരുത്, ആരെയും ബേസ് ചെയ്തിട്ടാകരുത്, സ്വന്തം തീരുമാനമായിരിക്കണം എപ്പോഴും പറയുന്നത്. കോസ്റ്റ്ലി ദൈ ഹാബിറ്റ് ആസ് ദൈ പേഴ്സ് ക്യാൻ ബൈ ബട്ട് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ഫാൻസി. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് എന്താണോ നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. അതായത് എന്തൊക്കെ ശീലങ്ങളുണ്ടെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള ശീലങ്ങളെ പാടുള്ളൂ എന്ന് പറയുന്നു. കോസ്റ്റ്ലി ദൈ ഹാബിറ്റ് ആസ് ദൈ പേഴ്സ് ക്യാൻ ബൈ ബട്ട് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ഫാൻസി. ആരെയും നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര ജാട കാണിക്കാൻ വേണ്ടി വെറുതെ കുറേ കടം വാങ്ങിച്ച് വെക്കരുത് എന്ന് പറയാണ്. നിൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചുള്ള ജാട മാത്രം കാണിച്ചാൽ മതി എന്ന് പറയുന്നു. റിച്ച് നോട്ട് ഗോഡി ഫോർ ദി അപ്പാരൽ ഓഫ് പ്രൊക്ലെയിംസ് ദ മാൻ. അതൊരു ഭയങ്കര ഒരു പ്രോവേർബായിട്ടൊക്കെ മാറിയിട്ടുണ്ട്, ഒരു ഡിക്റ്റമായിട്ടൊക്കെ മാറിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദി അപ്പാരൽ ഓഫ് പ്രൊക്ലെയിംസ് ദ മാൻ. എപ്പോഴും ഡ്രസ്സ് ധരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഡ്രസ്സ്, ഒരുപാട് ഗോഡി ആയിട്ടുള്ള ഫ്ലാഷി ക്ലോത്ത്സ് ആയിട്ടുള്ള ഭയങ്കര തിളക്കവും കാര്യങ്ങളും ഒക്കെയുള്ള ഡ്രസ്സ് ധരിക്കരുത്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ഫോർ ദി അപ്പാരൽ ഓഫ് പ്രൊക്ലെയിംസ് ദ മാൻ. നമ്മൾ ഒരിടത്തേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ഇസ് ദ ബെസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്ന പോലെ ഈ ഫസ്റ്റ് അപ്പിയറൻസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. നമ്മൾ ഒരാളെ കാണുമ്പം അയാൾ ദ വേ ഹി ഡ്രസ്സസ്, ദ വേ ഹി വാക്സ്, ദ വേ ഹി ടോക്സ്, ദ വേ ഹി ബിഹേവ്സ്, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് അയാളെ ഒന്നും അറിയില്ല, നമ്മൾക്ക് അയാൾ ആരാണെന്നറിയില്ല, ഏത് സ്വഭാവക്കാരനാണെന്നറിയില്ല, ഏത് നാട്ടുകാരനാണെന്നറിയില്ല, ഒന്നും അറിയില്ല. ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ നമുക്ക് കാണുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടാവാനായിട്ട് ഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രസ്സ് ഒരിക്കലും ഒരുപാട് റിച്ച് ആയിട്ടുള്ളതോ ഗോഡി ആയിട്ടുള്ളതോ ഒന്നും ധരിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. വളരെ ആപ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുക എന്ന് പറയാം. And they in France of the best rank and station are of a most select and generous chief in that. അതേപോലെ തന്നെ ഫ്രാൻസ് അന്ന് തൊട്ടേ ഫ്രാൻസും പാരീസും ഒക്കെ ഫാഷൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ഒരു രീതിക്കനുസരിച്ച് വേണം ഡ്രസ്സ് ചെയ്ത് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കാൻ. അല്ലാതെ ഞാനിവിടെ ലുങ്കിയാണ് ധരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിലും ചെന്ന് ലുങ്കി ധരിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രീതികളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം എന്ന് പറയാണ്. ഓക്കെ, and neither a borrower nor a lender be, for loan oft loses both itself and friend, and borrowing dulls the edge of husbandry, this above all. ഓക്കെ, അപ്പോൾ അവസാനം അദ്ദേഹം പറയാണ്, ഒരിക്കലും ആർക്കും ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്യരുത്, കടം കൊടുക്കുകയും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വരുമ്പോൾ ആ ബന്ധം തന്നെ ഇല്ലാതെയാകും. നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നമ്മൾ കുറച്ച് പൈസ കടം വാങ്ങിച്ചാലും പൈസ അങ്ങോട്ട് കൊടുത്താലും ഇത് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ആ ഒരു റിലേഷൻ വളരെ സ്ട്രെയിൻഡ് ആകും. അതുകൊണ്ട് ഈ കൊടുക്കൽ വാങ്ങലുകൾ, പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് ബോറോയിങ് ഡൾസ് ദി എഡ്ജ് ഓഫ് ഹസ്ബൻഡറി എന്ന് പറയണം. അതായത് നമ്മൾ ഒരിക്കൽ കടം വാങ്ങിച്ചു, നമ്മുടെ ചിലവുകളൊക്കെ നടത്തി, പിന്നെ അതൊരു ശീലമായി പോകും. ഓക്കെ,
അതുകൊണ്ട് കടം വാങ്ങുന്നതും നമ്മുടെ ആ ഒരു സ്പെൻഡിങ് സ്റ്റൈലിന് ശരിയല്ല എന്ന് പറയും. അവസാനമായിട്ട് ഭയങ്കര ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ടു thine own self be true, and it must follow as the night the day. Thou canst not then be false to any man. And this is the greatest, the punch line of all, the punch advice of all. അതായത് എന്താണ്? ടു thine own self be true. എന്തൊക്കെയാണെങ്കിലും നീ നിന്നോട് സത്യസന്ധമായിരിക്കണം. ആരോട് എന്ത് കള്ളത്തരം പറഞ്ഞാലും നിന്നോട് നീ സത്യസന്ധമായിരിക്കണം. നിനക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നീ ചെയ്യാവൂ. ആൻഡ് അത് നീ രാത്രി പകലും പോലെ അത്രയും സത്യമായിട്ടും കൃത്യമായിട്ടും നീ അത് ഫോളോ ചെയ്യണം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിന്നോട് തന്നെ നീ സത്യസന്ധനും അല്ലെങ്കിൽ നേരായ മാർഗ്ഗങ്ങളും ഒക്കെ ശീലിക്കുകയാണെങ്കിൽ നിനക്ക് ആരോടും ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ ദിസ് ഇസ് ദി the advice, the $1 million advice that Polonius gives to Laertes. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും ഭയങ്കര ഒരു അഡ്വൈസറാണ് പൊളോണിയസ്. എത്ര മഹത്തായ വചനങ്ങളാണ് അല്ലെങ്കിൽ മഹത്തായ കാര്യങ്ങളാണ് മകന് ഉപദേശിച്ചു കൊടുത്തത്. വാട്ട് എ പെർഫെക്റ്റ് ഫാദർ. സോ ഇത് ഇനി നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് ആസ് ഹി ഹാസ് പ്രീച്ച്ഡ്, ഇസ് ഹി ദ സെയിം മാൻ ഇൻ ടേംസ് ഓഫ് പ്രാക്ടീസിങ് ഇറ്റ്? ഇതെല്ലാം പാലിക്കുന്നതിൻ്റെ കാര്യത്തിൽ പൊളോണിയസും ലയാട്രസും ഒക്കെ എത്രത്തോളം ശരിയാണ്? ചിലർ പല കാര്യങ്ങളും നമുക്ക് പ്രീച്ച് ചെയ്യാമല്ലോ, നമുക്ക് ഒരുപാട് പേരെ ഉപദേശിക്കാം അല്ലേ? പക്ഷേ ഈ ഉപദേശിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല. നമ്മൾ ഉപദേശിക്കാൻ ഭയങ്കര കഴിവായിരിക്കും, പക്ഷേ നമ്മളുടെ കാര്യത്തിലേക്ക് പ്രാക്ടീസിങ്ങിലേക്ക് വരുമ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അപ്പോൾ പൊളോണിയസും ലയാട്രസും ഒക്കെ അങ്ങനെയാണോ എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്ക് കണ്ടറിയാം. ഓക്കെ. And so after listening to this great advice by his father, Laertes takes leave. He bids farewell to his father and sister. Just before leaving, he reminds Ophelia to remember whatever he has said. And Ophelia assures him that she will keep everything in mind. അപ്പോൾ അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകുന്നു. Laertes exits. And so പൊളോണിയസ് അവിടെ കണ്ടോ ഒഫീലിയോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ഇറ്റ് ഒഫീലിയ ഹി ഹാത്ത് സെറ്റ് ടു യു? എന്താണ് ലയാട്രസ് എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒഫീലിയ പറയുന്നു, സോ പ്ലീസ് യു സംതിങ് ടച്ചിങ് ദ ലോർഡ് ഹാംലെറ്റ്. സോ ഷീ ഈസ് ഇന്നസെൻറ്റ്, കളവൊന്നും പറയുന്നില്ല. ഒഫീലിയ പറയാണ് ഹാംലെറ്റിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. ആൻഡ് പൊളോണിയസ്, മേരി, വെൽ ബി തോട്ട്, ടിസ് ടോൾഡ് മീ ഹാത്ത് വെരി ഓഫ്റ്റ് ഓഫ് ലേറ്റ് given private time to you, and you yourself have of your audience been most free and bounteous. If it be so, as so, 'tis put on me, and that in way of caution. I must tell you, you do not understand yourself so clearly as it behoves my daughter and your honor. What is between you? Give me up the truth. So Polonius also says, yes, he has done a good thing. I have heard, and by God, Mary എന്ന് പറഞ്ഞാൽ ബൈ ഗോഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പൊളോണിയസ് എപ്പോഴും എന്ത് സംസാരിച്ചാലും സ്ഥിരമായിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് കാണും, എപ്പോഴും ഇയാൾ ഹി സ്വെയർസ് ബൈ ഗോഡ്, എപ്പോഴും ബൈ മേരി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ now he says, yes, I have heard Hamlet's been spending some time alone with you, and I have also heard that you yourself is making quite available to him. And if things are that way, people tell me, and they are only telling me this to warn me. ആൾക്കാർ എന്നെ ഒന്ന് വാൺ ചെയ്യാൻ വേണ്ടി പലയിടത്തു നിന്നും എനിക്കിങ്ങനെയുള്ള സീക്രറ്റ്സൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ രണ്ടും തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഞാൻ റൂമേഴ്സ് കേട്ടു. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. യു ആർ നോട്ട് കണ്ടക്ടിങ് യുവർ സെൽഫ് വിത്ത് ദ സെൽഫ് റെസ്ട്രെയിൻറ്റ് എ ഡോട്ടർ ഓഫ് മൈൻ ഷുഡ് ഷോ. അപ്പോൾ എൻ്റെ ഒരു മകൾ പെരുമാറേണ്ട രീതിയിലല്ല നീ പെരുമാറുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സോ വാട്ട്സ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു, ടെൽ മീ ദി ട്രൂത്ത് എന്ന് പറയുന്നു. So Ophelia very innocently replies, he hath, my lord, of late made many tenders of his affection to me. അപ്പോൾ എന്താ, ഹാംലെറ്റ് ഈ അടുത്തിടയ്ക്ക് എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു എന്ന് പറയുന്നു. And Polonius is shocked. Affection? Pooh! You speak like a green girl, unsifted in such perilous circumstance. Do you believe his tenders, as you call them? And so ദേഷ്യപ്പെടുകയാണ് പൊളോണിയസ്, ദേഷ്യപ്പെടുകയാണ്. Affection? That's nothing. You are talking like some innocent girl who doesn't understand anything. Do you believe that his offers? Do you believe his offers? Do you believe that all these are true? And Ophelia says, I do not know, my lord, what I should think. അപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കണം? I don't know what to believe. I don't know what to do. So that helpless, that, what do you call that, innocence, everything is dictated on her. And Polonius again says, Mary, I will teach you. Think yourself a baby, that you have taken these tenders for true pay, which are not sterling. Tender yourself more dearly or not, to crack the wind of the poor phrase running it thus, you will tender me a fool.
So he says, I will tell you, you are behaving like a baby that doesn't know anything. You are behaving like a fool. So you believe that these offers or the words that Hamlet speak to you, that is true. So that is stupid. Offer yourself more respect, and you should consider yourself in a more respectful way, and please don't uh, be so foolish. Otherwise you will offer me the chance to be a laughing stock. എല്ലാവർക്കും ഒരു പരിഹാസപാത്രമായിട്ട് നീ എന്നെ മാറ്റും, അതായത് നീ എന്നെ നാണം കെടുത്തും എന്നൊക്കെ പറയാണ്. യു വിൽ ടെൻഡർ മീ എ ഫൂൾ എന്ന് പറഞ്ഞാൽ യു വിൽ പ്രൂവ് യുവർ സെൽഫ് ടു ബി എ ഫൂൾ ഇൻ മൈ ഐസ്. വിഡ്ഢിയാണ് നീ എന്നൊക്കെ പറയണം. And Ophelia, my lord, he hath importuned me with love in honourable fashion. അപ്പോൾ ഹാംലെറ്റ് ഇതുവരെയും അപമര്യാദയായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, വളരെ റെസ്പെക്റ്റോടു കൂടി മാത്രമാണ് എന്നോട് പെരുമാറിയത് എന്ന് പറയുന്നു. ആൻഡ് പൊളോണിയസ്, എ ഫാഷൻ യു മേ കോൾ ഇറ്റ്. ഗോ ടു യെസ്, യു ബിലീവ് ഓൾ ഹിസ് വേർഡ്സ്. അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ തന്നെ വേണം. ഇറ്റ്സ് ജസ്റ്റ് എ പാസിംഗ് വിം. അതൊക്കെ ഒരു ടൈം പാസ്സാണ് എന്ന് പറയാണ്. സോ ഒഫീലിയ വീണ്ടും പറയാണ്, നോ, ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു മീ, he seems to be very sincere എന്നൊക്കെ പറയാണ്. And he hath given countenance to his speech, my lord, with almost all the holy woes of heaven. And he has confirmed, അദ്ദേഹം സത്യം ചെയ്തു, എൻ്റെ മുന്നിൽ സത്യം ചെയ്തു, that his love for me is true, it's sincere എന്നൊക്കെ സത്യം ചെയ്തു എന്നൊക്കെ പറയാണ്. So Polonius says, he also advises his daughter, ace springes to catch woodcocks, I do know. When the blood burns, how prodigal the soul lends the tongue woes. These blazes, daughter, giving more light than heat, extinct in both, even in their promise, as it is a making. You must not take for fire. From this time be something scanter of your maiden presence. Set your entreatments at a higher rate than a command to parley. For Lord Hamlet believes so much in him that he is young, and with a larger tether may he walk than may be given you. In few, Ophelia, do not believe his woes, for they are brokers, not of that dye which their investments show, but mere implorators of unholy suits, breathing like sanctified and pious bawds, the better to beguile. This is for all. I would not in plain terms from this time forth have you so slander any moment leisure, as to give words or talk with the Lord Hamlet. Look to it, I charge you, come your ways. I shall obey, my lord, says Ophelia. സോ പൊളോണിയസ് ഇവിടെ വലിയൊരു ഉപദേശം മകൾക്ക് കൊടുക്കുകയാണ്. മകനെ കൊടുത്തു വിട്ടു, ഇനി അടുത്തത് ഒഫീലിയയ്ക്കും കൂടെ കുറച്ച് ഉപദേശം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഉപദേശം വലിയ സ്റ്റോക്കിലിരിപ്പുണ്ട്. യെസ്, ജോക്സ് അപ്പാർട്ട്, ഹി സേസ്, ദീസ് വോസ് ആർ ജസ്റ്റ് ട്രാപ്സ് ഫോർ സ്റ്റുപ്പിഡ് ബേർഡ്സ്. അതായത് നമ്മൾ കിളികളെ പിടിക്കാനായിട്ട് ട്രാപ്പ് വെക്കുന്ന പോലെ നിന്നെ കൊടുക്കാനായിട്ട് ഹാംലെറ്റിൻ്റെ ഒരു ട്രാപ്പ് മാത്രമാണ് ഇങ്ങനെയുള്ള വളരെ മധുരമായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നു. I know when a man is on fire. So I do know when the blood burns how prodigal the soul lends the tongue. Now he is so full of passion. അവൻ്റെയും പ്രായം അങ്ങനെയാണ്. So now he is so full of passion. So നിന്നെ വീഴ്ത്താൻ വേണ്ടി അവൻ എന്തും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ വാഗൻസിലാണ് ഇത്രയധികം വാക്കുകളും പ്രണയവും ഒക്കെ അവൻ ഇങ്ങനെ നിന്നോട് പറയുന്നത്. Don't believe that. These blazes, daughter, giving more light than heat, extinct in both, even in their promise, as it is our making, you must not take for fire. So he says, but when a heart is on fire, അതായത് when somebody is so full of passion, it gives out more light than heat. അപ്പോൾ അവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ നമ്മൾ ചില പ്രാണികളില്ലേ, തീ ഒക്കെ കാണുമ്പോൾ വെളിച്ചം കണ്ടിട്ട് ഓടി അങ്ങോട്ട് വന്ന് കരിഞ്ഞു പോകും. ഓടി ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ ആ തീയിൽപ്പെട്ട് കരിഞ്ഞു പോകും. അതേപോലെ ഈ വെളിച്ചം ഒരു ട്രാപ്പാണ്. അപ്പോൾ അത് കണ്ട് നീ വീഴരുത് എന്ന് പറയാണ്. ഹി ഈസ് ജസ്റ്റ് ട്രാപ്പിംഗ് യു ത്രൂ ദോസ് പ്രോമിസസ്. From this time, be something scanter of your maiden presence. Set your entreatments at a higher rate than a command to parley. So from now on, keep away from Hamlet. Okay? Don't talk to him. Keep yourself away from him. Make sure that you are a very precious commodity. അങ്ങനെ പെട്ടെന്ന് വന്ന് കാണാൻ വരുമ്പോഴൊന്നും നീ അങ്ങോട്ട് ചെന്ന് നിന്ന് കൊടുക്കണ്ട എന്ന് പറയാണ്. Don't make yourself available to him every day. For Lord Hamlet, believe so much in him that he is young, and with a larger tether may he walk than may be given you. അതേപോലെ തന്നെ you should think what is his position. Remember that Hamlet is young, and more than that, he is going to be the next king. He is the prince of Denmark. So അദ്ദേഹത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിൻ്റെതും ആയിട്ട് ഒട്ടും ചേരില്ല, അത് ശരിയാവില്ല. ഹാംലെറ്റ് ഇസ് അറ്റ് എ വെരി ഹയർ സ്റ്റാൻഡ്സ് ദൻ യു. നിന്നെക്കാട്ടിൽ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് ഹാംലെറ്റ്. സോ ഡോണ്ട് ഇൻ്റർവീൻ വിത്ത് ഹിം, ഡോണ്ട് ഗെറ്റ് ഇൻറ്റിമേറ്റ് വിത്ത് ഹിം. In few, Ophelia, do not believe his woes, for they are brokers, not of that dye which their investments show,
but mere implorators of unholy suits, breathing like sanctified and pious bards, the better to beguile. So, in short, Ophelia, do not believe his love, do not believe his promises. They are like the flashy pimps who wear nice clothes to lead a woman into filthy business. അപ്പോൾ അത് ഈ തെറ്റായ ആൾക്കാർ സ്ത്രീകളെ വഴി തെറ്റിക്കുന്നത് പോലെ ആണ്. അതുകൊണ്ട് നീ അതിലൊന്നും വീഴരുത്. ടു പുട്ട് ഇറ്റ് വെരി പ്ലെയിൻലി, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം വിത്ത് ഹാംലെറ്റ്, ഡു ആസ് ഐ സേ എന്ന് പറയാണ്. Okay, this is for all. I would not, in plain terms, from this time forth, have you so slander any moment leisure as to give words or talk with the Lord Hamlet. Look to it, I charge you. അപ്പോൾ ഹാംലെറ്റിൻ്റെയോടൊപ്പം ഇനി ഇങ്ങനെ സമയം ചിലവഴിക്കുന്നതായിട്ട് കാണരുത്, ഇനി അങ്ങോട്ട് അങ്ങനെ നിൽക്കരുത്, ചെയ്യരുത്, ഓക്കെ എന്നൊക്കെ പറയാണ്. ഫൈൻ. ആൻഡ് ഒഫീലിയ സേസ്, ഐ ഷാൽ ഒബേ മൈ ലോർഡ്. ഫൈൻ.